അതിനുവേണ്ടി ഞാനൊക്കെ അതിൻ്റെ പുറകെ ഒരു നിയമക്കുരുക്കിലായിരുന്നു. അത് ഹൈക്കോടതിയിലുണ്ടായിരുന്നു, സുപ്രീം കോടതിയിലുണ്ടായിരുന്നു. അതിന് SLP വളരെയധികം ആളുകൾ പോയി. അപ്പോൾ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട ആർഗ്യുമെൻ്റ് അവിടെ വന്നു. NSSന് ലഭിച്ചു, അതേ മാതൃകയിൽ വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മളും ഇതിൻ്റെ പുറകെ സർക്കാരിൻ്റെ പുറകിലും അതോടൊപ്പം തന്നെ പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട അഭിഭാഷകരുമായി ഇടപെടുകയൊക്കെ ചെയ്തു. ഇപ്പോൾ ഏതൊക്കെയാലും നമുക്കൊരു തീരുമാനം കിട്ടി. അപ്പോൾ അത് ഒരു 20,000-ഓളം വരുന്ന അധ്യാപകർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനകരമായ കാര്യമാണ്, വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതല്ല ഇതിനകത്ത് ഞാൻ സൂചിപ്പിച്ച പോലെ നിയമപരമായിട്ട് അതിനകത്തൊരു വളരെ സങ്കീർണമായിട്ടൊരു കാര്യങ്ങളായിരുന്നു. പല രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും നമുക്ക് ഇത് സബ്ജക്റ്റ് ടു ഈ പറയുന്ന സുപ്രീം കോടതിൻ്റെ വെളിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സബ്ജക്റ്റ് ടു. അതങ്ങനെ അവിടെ നിൽക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് അവിടുന്ന് ഒരു അനുകൂലമായ തീരുമാനം വരും എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അത് നീണ്ടുപോയി, ഏപ്രിൽ അപ്പുറത്തേക്ക് പോയി, 6 വീക്സിലേക്കൊക്കെ നീണ്ടു പോയി. അവിടെയും ചില കാര്യങ്ങളൊക്കെ ചില രീതിയിൽ അങ്ങോട്ട് നീട്ടി കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ കോടതിയുടെ കാര്യമാണല്ലോ. അപ്പോൾ ഏതൊക്കെയാലും അത് പരിഹരിച്ചേ പറ്റൂ. ഇനിയിപ്പം ചിലപ്പോൾ കോടതി എന്ത് പറയും എന്ന് നമുക്കറിയില്ല. നമ്മൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആവുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഏതൊക്കെയാലും ഒരു തീരുമാനം അങ്ങനെ എടുത്തു. ജോസ് കെ മാണി സംസാരിക്കുകയായിരുന്നു. 20,000 കാര്യത്തിലൊക്കെ വലിയ അനുകൂല തീരുമാനം ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.